പരിസ്ഥിതി സംഘടനയായ IUCN ആസ്ഥാനം എവിടെ? എ. സ്വിറ്റ്സർലൻഡ്, ബി. ന്യൂയോർക്ക്, സി. ഡൽഹി, ഡി. നെയ്റോബി. പരിസ്ഥിതി സംഘടനയായ IUCN ആസ്ഥാനം എവിടെ? ഉത്തരം എ. സ്വിറ്റ്സർലൻഡ്. പരിസ്ഥിതി സംഘടനയായ IUCN ആസ്ഥാനം എവിടെ? ഉത്തരം എ. സ്വിറ്റ്സർലൻഡ്. BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്? എ. ഡിഫ്തീരിയ, ബി. വില്ലൻ ചുമ, സി. പനി, ഡി. ക്ഷയം. BCG ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ളതാണ്? ഉത്തരം ഡി. ക്ഷയം. BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് ഉള്ളതാണ്? ക്ഷയം രോഗത്തിനുള്ളതാണ്. ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ഏത്? എ. ബോറോൺ, ബി. സിലിക്കൺ, സി. ഹീലിയം, ഡി. നൈട്രജൻ. ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ഏത്? ഉത്തരം ഡി. നൈട്രജൻ. ഡയമണ്ടിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം നൈട്രജനാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ഏത്? എ. ക്ലോറിൻ, ബി. ഫ്ലൂറിൻ, സി. ഓക്സിജൻ, ഡി. ഹൈഡ്രജൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ഏത്? ഉത്തരം എ. ക്ലോറിൻ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ക്ലോറിനാണ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എത്ര? എ. 5 വർഷം 65 വയസ്സ്, ബി. 5 വർഷം 70 വയസ്സ്, സി. 6 വർഷം 70 വയസ്സ്, ഡി. 6 വർഷം 65 വയസ്സ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എത്ര? ഉത്തരം 5 വർഷം 70 വയസ്സ്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി 5 വർഷം 70 വയസ്സ്. ആദ്യത്തെ കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആര്? എ. KV മോഹൻകുമാർ, ബി. P. തിലോത്തമൻ, സി. GR അനിൽ, ഡി. ഡോ. സഞ്ജിത് ബാബു. ആദ്യത്തെ കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം എ. KV മോഹൻകുമാർ. ആദ്യത്തെ കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം KV മോഹൻകുമാർ. സപ്ലൈകോയുടെ തനത് ബ്രാൻഡ് ഏത്? എ. കൈരളി, ബി. മാവേലി, സി. ശബരി, ഡി. കേര. സപ്ലൈകോയുടെ തനത് ബ്രാൻഡ് ഏത്? ഉത്തരം സി. ശബരി. സപ്ലൈകോയുടെ തനത് ബ്രാൻഡ് ശബരിയാണ്. നെൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച ഏജൻസി ഏത്? എ. കൃഷിഭവനുകൾ, ബി. കൺസ്യൂമർ ഫെഡ്, സി. സപ്ലൈകോ, ഡി. മാർക്കറ്റിംഗ് ഫെഡ്. നെൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച ഏജൻസി ഏത്? ഉത്തരം സി. സപ്ലൈകോ. നെൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച ഏജൻസിയാണ് സപ്ലൈകോ. റേഷൻ ഗോഡൗണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ വിതരണം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? എ. AEPDS, ബി. SCMS, ഡി. CDMS, ഡി. OMS. റേഷൻ ഗോഡൗണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ വിതരണം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? ഉത്തരം ബി. SCMS. റേഷൻ ഗോഡൗണുകളിൽ നിന്നും റേഷൻ കടകളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ വിതരണം നടത്തുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ SCMS. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? എ. RMS, ബി. CMS, സി. DMS, ഡി. OMS. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്?
ഉത്തരം ഡി. OMS. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ OMS ആണ്. ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷനിൽ നൽകിയ പരാതിയിലെ വിധി തൃപ്തികരമല്ലെങ്കിൽ എത്ര ദിവസത്തിനകം ആണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീൽ നൽകേണ്ടത്? എ. 30 ദിവസം, ബി. 45 ദിവസം, സി. 15 ദിവസം, ഡി. 25 ദിവസം. ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷനിൽ നൽകിയ പരാതിയിലെ വിധി തൃപ്തികരമല്ലെങ്കിൽ എത്ര ദിവസത്തിനകം ആണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീൽ നൽകേണ്ടത്? ഉത്തരം ബി. 45 ദിവസം. ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷനിൽ നൽകിയ പരാതിയിലെ വിധി തൃപ്തികരം അല്ലെങ്കിൽ എത്ര ദിവസത്തിനകമാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീൽ നൽകേണ്ടത്? 45 ദിവസത്തിനകം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എ. ജി. മാധവൻ നായർ, ബി. എസ്. ഉണ്ണികൃഷ്ണൻ നായർ, സി. കെ. ശിവൻ, ഡി. എസ്. സോമനാഥ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ഡി. എസ്. സോമനാഥ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തിയാണ് എസ്. സോമനാഥ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്? എ. ലീലാതിലകം, ബി. ശ്രീകൃഷ്ണചരിതം, സി. തർക്കശാസ്ത്രം, ഡി. അഥർവവേദം. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്? ഉത്തരം എ. ലീലാതിലകം. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരാണ് ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? എ. വിപണനം, ബി. പ്രചാരണം, സി. പരസ്യം, ഡി. ബ്രാൻഡിംഗ്. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഉത്തരം എ. വിപണനം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിലാണ്? എ. ചൈന, ബി. ജപ്പാൻ, സി. ഇന്ത്യ, ഡി. നൈജീരിയ. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിലാണ്? ഉത്തരം എ. ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ചൈനയിലാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? എ. സാങ്കേതികവിദ്യ, ബി. പരിസ്ഥിതി, സി. സംസ്കാരം, ഡി. ഇതൊന്നുമല്ല. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഉത്തരം ബി. പരിസ്ഥിതി. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? പരിസ്ഥിതിയാണ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? എ. അമിതവ് ഘോഷ്, ബി. ദാമോദർ മൗസോ, സി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഡി. ONV കുറുപ്പ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം ബി. ദാമോദർ മൗസോ. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ദാമോദർ മൗസോയാണ്. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എ. ബോംബെ, ബി. ഡൽഹി, സി. മീററ്റ്, ഡി. ബംഗാൾ. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ഉത്തരം സി. മീററ്റ്. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് എന്നാണ്? എ. ഒക്ടോബർ 7, ബി. ഫെബ്രുവരി 14, സി. ഫെബ്രുവരി 28, ഡി. മെയ് 11. ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് എന്നാണ്?
ഉത്തരം സി ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് ഫെബ്രുവരി 28-നാണ്.